നമസ്കാരം, വെട്ടൻ ന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. വ്യവസായ കുതിപ്പിനൊരുങ്ങി മലപ്പുറം ജില്ല. 2700 കോടിയുടെ നിക്ഷേപ പദ്ധതിയാണ് എമർജിംഗ് മലപ്പുറം നിക്ഷേപ സംഗമ പദ്ധതിയിൽ അവതരിപ്പിച്ചത്. തുഞ്ചൻ ലൈബ്രറി കെട്ടിടം നവീകരണ പ്രവൃത്തി പുരോഗമിക്കുന്നു. കുറുക്കോളി മൊയ്തീൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 22 ലക്ഷം രൂപ ചിലവിട്ടാണ് പ്രവൃത്തി നടക്കുന്നത്. കുറ്റിപ്പുറത്ത് റെയിൽവേ ഓവർബ്രിഡ്ജിന് മുകളിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലെ SI ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. വായനയുടെ വെളിച്ചം പകരാൻ പുസ്തക വണ്ടിയുമായി കുറുക്കോളി മൊയ്തീൻ MLA 33 സ്ഥാപനങ്ങൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ഓയിസ്ക ഇന്റർനാഷണൽ തിരുനാവായ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ തിരുനാവായ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ അഗ്നിസുരക്ഷ, പ്രഥമ ശുശ്രൂഷ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടന്നു. വെട്ടം AHMLP സ്കൂളിലെ കായികോത്സവം ഏറെ ആവേശകരമായി. വാർത്തകൾ വിശദമായി. വ്യവസായ മേഖലയിൽ വൻ കുതിപ്പിന് വെളിച്ചം വീശി നിക്ഷേപ സംഗമം. 2700 കോടിയുടെ പദ്ധതിയാണ് എമർജിംഗ് മലപ്പുറം നിക്ഷേപ സംഗമം പദ്ധതിയിൽ അവതരിപ്പിച്ചത്. ടൂറിസം, IT, ആരോഗ്യം, കാർഷികം, ഭക്ഷ്യോൽപ്പന്നം, ടൗൺഷിപ്പ്, ഫർണിച്ചർ, ആഭരണ നിർമ്മാണം തുടങ്ങി 28 വൻകിട പദ്ധതികളാണ് തുടക്കം കുറിക്കുന്നത്. 1 കോടി മുതൽ 840 കോടി വരെ നിക്ഷേപമുള്ളതാണ് ഓരോ പദ്ധതികളും. 10,000 പേർക്ക് പ്രത്യക്ഷമായും 15,000 പേർക്ക് പരോക്ഷമായും ജോലി ലഭിക്കുന്നതാണ് പദ്ധതികൾ. കാക്കഞ്ചേരിയിൽ തുടക്കം കുറിക്കുന്ന തുലാഹ് വെൽനസ് സാങ്ച്വറിക്കായി 840 കോടിയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത്. 740 കോടി നിക്ഷേപം പ്രതീക്ഷിക്കുന്ന ഹുവൈൻ സിറ്റി, 229 കോടി പ്രതീക്ഷിക്കുന്ന ഹൽമാസ് ഹെൽത്ത് ഹബ്ബ്, 200 കോടിയുടെ JSRDs എന്നിവയാണ് മറ്റ് വൻകിട പദ്ധതികൾ. എമർജിംഗ് മലപ്പുറം എന്ന പേരിൽ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചത്. വളരെ വിജയകരമായ രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഈ ഒരു വർഷത്തിൽ മലപ്പുറം ജില്ലയിൽ 3500ഓളം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് വിവിധ സംരംഭകർ കൊണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. പല ഇൻവെസ്റ്റേഴ്സും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഉദ്യോഗസ്ഥരിൽ നിന്ന് ലൈസൻസിങ് സംബന്ധമായി ബാങ്കുകളിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഭൂമി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു ഇൻവെസ്റ്റർക്കും ഒരു തടസ്സം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാത്ത രീതിയിൽ ശരിയായി നിയമം പാലിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി വരുന്നവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം മലപ്പുറം ജില്ലയിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിലൂടെ കൂടുതൽ പേർക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് താല്പര്യത്തോടുകൂടി മുമ്പോട്ട് വരികയും അങ്ങനെ കൂടുതൽ തൊഴിലവസരങ്ങളും എക്കണോമിക് ഗ്രോത്തും നമ്മുടെ ജില്ലയിൽ ഉണ്ടാകുക എന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഇവിടെ നടത്തിയത്. പ്രധാനമായിട്ടും അടുത്ത ഒരു വർഷത്തേക്ക് ഇൻവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതും മുമ്പോട്ട് പോകുന്ന ആൾക്കാരിവിടെ പ്രസൻറ്റ് ചെയ്തു. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവർ സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രസൻറ്റേഷൻ നടത്തിയത്. സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ, വ്യവസായത്തിനെ ഏറ്റവും അധികം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പദ്ധതികളുടെ ഭാഗമായി ഗുണഭോക്താക്കളായിട്ടുള്ള പലരും ഇൻവെസ്റ്റ്മെൻറ്റിന് അനുകൂലമായൊരു സാഹചര്യം കേരളത്തിലും മലപ്പുറം ജില്ലയിലും ഉണ്ട് എന്ന് ഇവിടെ പ്രസന്റ് ചെയ്തതിലൂടെ വ്യക്തമായി. പി നന്ദകുമാർ MLA, ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ M ഗിരീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. വെട്ടൻ ന്യൂസ് മലപ്പുറം. തുഞ്ചൻ ലൈബ്രറി കെട്ടിടം നവീകരണ പ്രവൃത്തി പുരോഗമിക്കുന്നു. കുറുക്കോളി മൊയ്തീൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 22 ലക്ഷം രൂപ ചെലവിട്ടാണ് നവീകരണ പ്രവൃത്തി നടക്കുന്നത്. തിരൂർ തുഞ്ചംപറമ്പിലെ കാര്യാലയ മന്ദിരത്തിന് മുകളിലാണ് ലൈബ്രറിക്കായി സൗകര്യമൊരുക്കുന്നത്. MLA കുറുക്കോളി മൊയ്തീൻ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 22 ലക്ഷം രൂപ ചിലവിട്ടാണ് നവീകരണ പ്രവൃത്തി നടക്കുന്നത്.
ലൈബ്രറി കെട്ടിടത്തിലെ സൗകര്യക്കുറവ് കണക്കിലെടുത്താണ് നിലവിലെ പ്രവൃത്തിക്കായി ഫണ്ട് അനുവദിച്ചതെന്ന് MLA പറഞ്ഞു. നമ്മുടെ അഭിമാനമായിട്ടുള്ള തുഞ്ചൻപറമ്പിലെ ലൈബ്രറിയുടെ മുമ്പിലാണ് നമ്മളുള്ളത്. പുതിയ സാഹചര്യത്തിൽ ഈ ലൈബ്രറി വിപുലപ്പെടുത്തേണ്ടതുണ്ട്. മഹാനായ നമ്മോട് വിട പറഞ്ഞ ഭാരതത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ സാഹിത്യകാരൻ MT ഇവിടെ തുഞ്ചനുത്സവവുമായി ബന്ധപ്പെട്ട് വന്ന സന്ദർഭത്തിൽ ലൈബ്രറി വിപുലീകരണത്തിന് MLAയുടെ സഹായം വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ 10 ലക്ഷം രൂപ അന്ന് പരിപാടി വെച്ച് പ്രഖ്യാപിച്ചതായിരുന്നു. പിന്നെ ഇതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കി വന്നപ്പോൾ പണം പോരാ എന്ന് വന്നു. അപ്പോൾ അത് 22 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. ആ തുക AS ഒക്കെ കിട്ടി വന്നപ്പോൾ ആ തുകയും പോരാതെ വന്നൊരു സാഹചര്യമുണ്ട്. എങ്കിലും ആവശ്യമുള്ള തുക 10 ലക്ഷം കൂടി അടുത്ത വർഷത്തേക്ക് വകയിരുത്താമെന്ന വ്യവസ്ഥയിൽ നമ്മളിതിൻ്റെ വർക്ക് ആരംഭിക്കുകയാണ്. 22 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഇതിനെ അനുവദിച്ച് പെർമിഷൻ കിട്ടിയിട്ടുള്ളത്. അതനുസരിച്ച് ഈ കെട്ടിടത്തിന് ഒരു നില കൂടി ഉയർത്തി ആവശ്യമായ ഇന്നർ വർക്കുകൾ കൂടി പൂർത്തിയാക്കി കൂടുതൽ സൗകര്യത്തോടു കൂടി പുസ്തകപ്രേമികൾക്ക് ഒന്ന് വായിക്കുവാനും അവകളെ ഉപയോഗപ്പെടുത്തുവാനും കൂടുതൽ പഠനവുമായി ബന്ധപ്പെട്ട് റിസർച്ച് തലങ്ങളിൽ ബന്ധപ്പെടുന്ന കുട്ടികൾക്കൊക്കെ വന്ന് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതനുസരിച്ച് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. ഒട്ടും വൈകാതെ തന്നെ ഇത് പൂർത്തീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. അടുത്ത സാമ്പത്തിക വർഷത്തിൽ മതിയായ ഫണ്ട് അനുവദിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. 2011 രാജ്യസഭ MP ആയിരുന്ന K. ചന്ദ്രൻപിള്ള കാര്യാലയ മന്ദിരത്തിനായി ഫണ്ട് അനുവദിച്ചത്. ന്യൂസ് തിരൂർ. കുറ്റിപ്പുറത്ത് റെയിൽവേ ഓവർബ്രിഡ്ജിന് മുകളിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലെ SI ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി 3 കാറുകൾ, മിനി ലോറി, ബൈക്ക് എന്നിവയിലേക്ക് ഇടിച്ചു കയറി എന്നതാണ് പ്രാഥമിക വിവരം. കുറ്റിപ്പുറം വളാഞ്ചേരി ദേശീയപാതയിൽ ഇന്ന് രാവിലെയാണ് അപകടം. 3 കാറുകൾ, മിനി ലോറി, ബൈക്ക് എന്നിവയിലേക്കാണ് ലോറി ഇടിച്ചു കയറിയത്. വാഹനങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ആളുകൾക്ക് കാര്യമായ പരിക്കില്ല. നിസ്സാര പരിക്കേറ്റ 15ഓളം പേരെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലെ SIക്ക് കാലിൽ പരിക്കേറ്റിട്ടുണ്ട്. ന്യൂസ് കുറ്റിപ്പുറം. വായനയുടെ വെളിച്ചം പകരാൻ പുസ്തക വണ്ടിയുമായി കുറുക്കോളി മൊയ്തീൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി 33 സ്ഥാപനങ്ങൾക്ക് പുസ്തകം വിതരണം ചെയ്തു. തിരൂർ തുഞ്ചൻപറമ്പിൽ എഴുത്തുകാരൻ P. സുരേന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. സ്കൂളുകൾ, കോളേജുകൾ, ഗ്രന്ഥാലയങ്ങൾ തുടങ്ങി 33 സ്ഥാപനങ്ങൾക്കാണ് MLA കുറുക്കോളി മൊയ്തീൻ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. തിരൂർ തുഞ്ചൻപറമ്പിൽ എഴുത്തുകാരൻ P. സുരേന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. വായനയുടെ വണ്ടി ഇന്ന് പ്രിയങ്കരനായ എഴുത്തുകാരൻ P. സുരേന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതോടു കൂടിയിട്ട് അതിന് തുടക്കം കുറിക്കുകയാണ്. വായന മരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് നിലനിന്ന് കാണണമെന്നും അത് പൂർവാധികം ശക്തിയോടെ തന്നെ വായിക്കാനുള്ള മനസ്സ് ജനങ്ങൾക്കുണ്ടാകണമെന്നും വീക്ഷണശാലിയും തിരൂർ നിയോജക മണ്ഡലത്തെ ഒരുപാട് സ്നേഹിച്ച് സ്വന്തം ഹൃദയം പോലെ കാത്തുസൂക്ഷിക്കുന്ന തിരൂരിൻ്റെ MLA കുറുക്കോളി അവർകൾ ഇന്ന് അതിന് തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് തീർത്തും വളരെ ലളിതമായ ഒരു ചടങ്ങിൽ വെച്ച് നമ്മുടെ ഈ പരിപാടി തുടക്കം കുറിക്കാമെന്നാണ്. അത് ഈ മണ്ണിൽ വെച്ച് തുഞ്ചൻപറമ്പിൽ വെച്ച് ആരംഭിക്കാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. വളരെ ഘോഷമായി, വളരെ പണച്ചെലവോടുകൂടി വളരെ വലിയ പരിപാടികളൊക്കെ നടത്തിയാണ് പലരും നടത്തുന്നതെങ്കിലും അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന തോന്നലിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ലളിതമായി തുടങ്ങാം എന്ന് തീരുമാനിച്ചത്. ഇനി നമ്മൾ 6 കേന്ദ്രങ്ങളിൽ
ഇവിടുന്ന് പുറപ്പെട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇവിടെ വെട്ടം തിരൂരും ഉള്ള സ്ഥാപനങ്ങളിലേക്കുള്ള പുസ്തകങ്ങൾ ഇവിടുന്ന് തന്നെ കൈമാറും. ബാക്കിയുള്ളത് ഓരോ പഞ്ചായത്തിലും പോയി പഞ്ചായത്ത് പ്രസിഡന്റുമാരും HMമാരും PTA പ്രസിഡന്റുമാർ, ലൈബ്രറിയുടെ ഭാരവാഹികൾ എന്നിവരെ വിളിച്ചു ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പരിപാടികൾ അവിടെ വെച്ച് ആ പുസ്തകങ്ങളൊക്കെ അവർക്ക് കൈമാറും. ഈ രീതിയിലാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒക്കെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. നിയമസഭാംഗം എന്ന നിലക്ക് നമ്മുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി നമ്മൾ ചിലവാക്കിയിട്ടുള്ളത്. അത് നൽകി അവർ സ്കൂളിൽ അതേപോലെ ലൈബ്രറി ഒക്കെ അധികൃതർ തന്നെ വന്ന് അവർക്ക് വേണ്ട പുസ്തകങ്ങൾ അവർ സെലക്ട് ചെയ്ത് അത് കൈമാറി ഇങ്ങോട്ട് കിട്ടാനുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് MLA ഫണ്ടും ഇങ്ങനെ പതുക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടാത്തത് കൊണ്ടൊക്കെ ഉണ്ടായ ഒരു കാലതാമസമാണ് ഇത് വൈകിയത് കൊടുക്കാൻ. നേരത്തെ നമ്മൾ പ്രഖ്യാപിച്ച് വെച്ച സംഗതിയാണ്. തിരൂർ തുഞ്ചൻപറമ്പ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ, ചേരുലാൽ ഹൈസ്കൂൾ, ആദവനാട് AMLP സ്കൂൾ, വളവന്നൂർ AMUP സ്കൂൾ, കൽപ്പകഞ്ചേരി GLP സ്കൂൾ എന്നിവിടങ്ങളിലാണ് പുസ്തക വിതരണം നടന്നത്. വെട്ടന്യൂസ് തിരൂർ. ഓയിസ്ക ഇന്റർനാഷണൽ തിരുനാവായ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ തിരുനാവായ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ അഗ്നിസുരക്ഷ, പ്രഥമ ശുശ്രൂഷ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. വിദ്യാലയത്തിലെ അഗ്നിസുരക്ഷാ ഉപകരണങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയും ഉപയോഗിക്കേണ്ട വിധവും വിവരിച്ചു. ഓയിസ്ക ഇന്റർനാഷണൽ തിരുനാവായ ചാപ്റ്റർ പ്രസിഡന്റ് ഉള്ളാട്ടിൽ രവീന്ദ്രൻ നേതൃത്വം വഹിച്ചു. ചാപ്റ്റർ മെമ്പർ ഷീബ അനിൽ, വിദ്യാലയ ഡയറക്ടർ നിർമ്മല ചന്ദ്രൻ, പ്രിൻസിപ്പൽ സജ്ന, വൈസ് പ്രിൻസിപ്പൽ ബിന്ദു മേനോൻ, കായിക അധ്യാപകൻ P. നിതിൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിദ്യാലയത്തിലെ അഗ്നിരക്ഷാ ഉപകരണങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയും ഉപയോഗിക്കേണ്ട വിധവും വിവരിച്ചു. No problem, but seal is here. Just put the pin. Aim the nozzle toward the seat of the fire. Suppose the fire is there, don't put that side. Just seat of the fire, okay? Angle. And the sweeping effect, how you are blooming the room, correct? No? With the sweeping effect, you put out the fire. So we start fire pump in the tank and you can switch on from here only directly. Both the blocks have different fire pumps. Now operation will show there, but I will show you the simple operation of this. Auto, off, manual. Then you put it to manual. 2, position 2, correct? This is the first point. Now switch on the supply. Can you see this? Now hose will be taken from there. We'll connect the hose here. Open the hydrant valve fully. That's why you want some strong students. Because you keep like this, you will be high pressure will be coming. So that will be demonstration there. Connect the hose and lay it down maximum. Connect that. There's a nozzle there, and that nozzle you can adjust, spray and jet, whatever type you want. Spray. തുടർന്ന് പ്രതീകാത്മക ആവിഷ്കാരവും സംഘടിപ്പിച്ചു. സെപ്റ്റംബർ 13 ലോക പ്രഥമ ശുശ്രൂഷ ദിനത്തോടനുബന്ധിച്ച് പ്രഥമ ശുശ്രൂഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഉള്ളാട്ടിൽ രവീന്ദ്രൻ കുട്ടികളുമായി സംവദിച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ ആവശ്യമായ പ്രഥമ ശുശ്രൂഷകളെക്കുറിച്ചുള്ള ദൃശ്യാവിഷ്കാരവും ചില മാതൃകകളും കുട്ടികളുടെ സഹായത്തോടെ കാണിച്ച് വിശദീകരിക്കുകയും ചെയ്തു. One person, this particular person is unconscious. So how to give artificial respiration? That is called CPR, cardiopulmonary resuscitation. Keep your hand locked like this and give 30 compressions. The ribs may break, but don't worry. What is our idea? To keep the person alive, no? Ribs can be automatically, and press it at least 2 centimeters for an adult, 1 centimeter. Seal the lip and lip to lip give. Take long breath and blow full speed air to the mouth. So 30 compressions, 2 breath you have to give. Chest rising. Till the chest rises, you have to give this respiration. Is it clear? That is called cardiopulmonary resuscitation.
Just you see the sternum, this is the sternum area. Just the ribs are joining. There you keep both hands locked and give 30 compressions 2 centimeter down so that your airway is clear. That is why it's called guidal airway. Guidal airway. Guidal airway. Plan for artificial respiration. See, at home we don't have all these systems, so try to give by CPR by this. Whatever way. വിദ്യാർത്ഥികളായ അഭിനവ്, ഭാവയാമി എന്നിവർ ക്ലാസ്സിൽ നിന്ന് ലഭിച്ച വിവരങ്ങളെ അടിസ്ഥാനമാക്കി പ്രതികരണം നടത്തി. വെട്ടന്യൂസ് തിരുനാവായ. വെട്ടം HMLP സ്കൂളിലെ കായികോത്സവം ഏറെ ആവേശകരമായി. കുട്ടികളെ വിവിധ ഹൗസുകളായി തിരിച്ച് നടത്തിയ മത്സരത്തിൽ നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോടെയാണ് കുട്ടികൾ പങ്കെടുത്തത്. 115 പോയിന്റ് നേടി ഗ്രീൻ ഹൗസ് 1ാം സ്ഥാനവും 87 പോയിന്റോടെ റെഡ് ഹൗസ് 2ാം സ്ഥാനവും 54 പോയിന്റ് നേടി യെല്ലോ ഹൗസ് 3ാം സ്ഥാനവും നേടി. മത്സര വിജയികൾക്കുള്ള ഓവറോൾ ട്രോഫിയും സമ്മാന വിതരണവും സ്കൂൾ PTA പ്രസിഡന്റ് PP ഇസ്മായിൽ, പ്രധാനാധ്യാപകൻ ഫൈസൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പരിപാടികൾക്ക് അധ്യാപകരായ U മുഹമ്മദ്, VT റജില, KT ഫായിസ, KTO ഫാസില, CK ഹസ്ന, K ലീന, മലപ്പുറം ഡയറ്റ് അധ്യാപക വിദ്യാർത്ഥികളായ C അനാമിക, M ആര്യ, PK അനാമിക, NA അഞ്ജന എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ വെട്ടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.